കാർഷിക വാർത്തകൾ. ആഗോള റബ്ബർ വിപണിയിൽ വീണ്ടും മുന്നേറ്റം. എന്നാൽ ടയർ കമ്പനികൾ ഇടപെട്ട് ഷീറ്റ് വില കുറയ്ക്കുകയാണ്. നവരാത്രി ദിനങ്ങൾ അടുത്തതോടെ ഏലത്തിന് ആവശ്യക്കാർ കൂടിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും റബ്ബർ ടാപ്പിംഗിൽ വന്ന വർധന ശ്രദ്ധിച്ചാൽ മാസാരംഭത്തിൽ ഉയർന്ന അളവിൽ ഷീറ്റും ലാറ്റക്സും കൊച്ചി, കോട്ടയം മാർക്കറ്റുകളിൽ വിൽപ്പനയ്ക്കെത്തുമെന്ന് കരുതാം. RSS 4ാം ഗ്രേഡ് റബ്ബർ വില 22,800 രൂപയിൽ നിന്നും 22,500 രൂപയായി ടയർ നിർമ്മാതാക്കൾ ഇടപെട്ട് കുറച്ചു. തായ്ലാന്റിൽ നിരക്ക് 24,500 രൂപയാണ്. കാലാവസ്ഥ അനുകൂലമായതിനാൽ ബാങ്കോക്കിൽ ഷീറ്റ് ലഭ്യത അടുത്ത മാസം ഉയരും. അതേസമയം ടയർ കമ്പനി ഗോഡൌണിൽ കരുതൽ ശേഖരം കുറഞ്ഞതിനാൽ ഷീറ്റിന് ഡിമാൻഡും പ്രതീക്ഷിക്കാം. നാളികേരോൽപ്പന്ന വിപണി വൻ ഉണർവിലാണ്. അപ്രതീക്ഷിത വിലക്കയറ്റം കണ്ട് കർഷകർ വിളവെടുപ്പിന്റെ തിരക്കിലാണ്. മലബാർ മേഖലയിൽ 2 ദിവസമായി കനത്ത തോതിൽ ചരക്കിറങ്ങുന്നുണ്ട്. ദിവസം 3000 ചാക്ക് കൊപ്ര വരെ എത്തുന്നുണ്ട്. ഇടുക്കിയിലെ ഏലക്ക ലേലത്തിനെത്തിയ ചരക്ക് പൂർണ്ണമായും വിറ്റഴിഞ്ഞു. 65,675 കിലോഗ്രാം ചരക്കാണ് എത്തിയത്. നവരാത്രി ദിനങ്ങൾ അടുത്തതോടെ ഏലത്തിന് ആവശ്യക്കാരുണ്ട്. ശരാശരി ഇനങ്ങൾ കിലോ 2,400 രൂപ, മികച്ച ഇനങ്ങൾ 2,967 രൂപ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പഞ്ചസാരയുടെ താങ്ങുവില ഉയർത്തണമെന്ന വ്യവസായ മേഖലയുടെ ആവശ്യം സർക്കാർ പരിഗണിക്കും. പഞ്ചസാര കയറ്റുമതി വിലയിരുത്താനും നീക്കം. അടുത്ത വർഷത്തെ പഞ്ചസാരയുടെ ഉൽപാദനവും ലഭ്യതയും പരിശോധിച്ച ശേഷമായിരിക്കും കയറ്റുമതി സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാവുക എന്നാണ് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ ജോഷി അറിയിച്ചിരിക്കുന്നത്. നിലവിൽ 31 രൂപയാണ് പഞ്ചസാരയുടെ താങ്ങുവില. ഇത് ഉയർത്തണമെന്നാണ് ഈ മേഖലയിൽ നിന്നുള്ള ആവശ്യം. ഒക്ടോബറിൽ ആരംഭിക്കുന്ന 2024-25 സീസണിലെ പഞ്ചസാര ഉൽപാദനം ഉയരുമെന്നാണ് കേന്ദ്രം പ്രതീക്ഷിക്കുന്നത്. പഞ്ചസാരയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ഇന്ധനത്തിന്റെ വില വർദ്ധിപ്പിക്കാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട്. പഞ്ചസാര മേഖലയിൽ നിന്നുള്ള പോസിറ്റീവ് വാർത്തകൾ സ്റ്റോക്ക് മാർക്കറ്റിലും പ്രകടമാണ്. പല പഞ്ചസാര കമ്പനികളുടെയും ഓഹരികൾ ഇന്ന് നേട്ടത്തിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വെളിച്ചെണ്ണ വില റെക്കോർഡ് കുതിപ്പിൽ. ഒരു മാസം കൊണ്ട് 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 60 രൂപ വരെ വർദ്ധിച്ചു. അടുക്കള ബജറ്റിനെ താളം തെറ്റിക്കുകയാണ് വെളിച്ചെണ്ണ വില. കിൻഡലിന് 19,500 രൂപ വരെയാണ് നിലവിൽ വിപണി വില. തേങ്ങ വില 65 രൂപയിലെത്തിയതാണ് വെളിച്ചെണ്ണ വില ഉയരാൻ കാരണമായത്. വില കൂടിയതോടെ തേങ്ങക്ഷാമവും വിപണിയിലുണ്ട്. ഉൽപാദനം കുറഞ്ഞതാണ് ക്ഷാമത്തിന് കാരണം. ഓണക്കാലത്ത് വില ഉയർന്നപ്പോൾ ഭൂരിഭാഗം കർഷകരും തേങ്ങ വിറ്റഴിച്ചിരുന്നു. അതേസമയം വില ഇനിയും ഉയർന്നേക്കുമെന്ന പ്രതീക്ഷയിൽ പൂഴ്ത്തിവെപ്പും നടക്കുന്നുണ്ട്. തേങ്ങ വില കൂടിയതോടെ കൊപ്ര ഉൽപാദനം പലരും നിർത്തി. ഒരു മാസം കൊണ്ട് 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 60 രൂപ വരെയാണ് വർദ്ധിച്ചത്. വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് 210-നും 220-നും ഇടയിലാണ് സാധാരണ വിപണി വില. ബ്രാൻഡഡ് വെളിച്ചെണ്ണയ്ക്ക് 220 രൂപയ്ക്ക് മുകളിലാണ് വില. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉള്ളിയുടെ 20% കയറ്റുമതി തീരുവ ഒഴിവാക്കണമെന്ന ആവശ്യവുമായി കർഷകർ. കാർഷിക ഉൽപ്പന്നങ്ങൾ ന്യായവിലയിൽ വിൽക്കാനുള്ള സാഹചര്യം കേന്ദ്രം ഉറപ്പാക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. ഉള്ളിക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ കയറ്റുമതി നിയന്ത്രണങ്ങൾ കയറ്റുമതിയെ സാരമായി ബാധിച്ചെന്നാണ് കർഷകരും വ്യാപാരികളും ചൂണ്ടിക്കാട്ടുന്നത്. ഇത് വില വ്യത്യാസത്തിന് കാരണമായെന്നാണ് ഇവരുടെ നിലപാട്. കർഷക അനുകൂലമായ നയം നടപ്പിലാക്കണമെന്നാണ് കർഷകരും വ്യാപാരികളും കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത്. ഈ മാസം ആദ്യം സർക്കാർ ഉള്ളിയുടെ കയറ്റുമതി 20% കുറച്ചിരുന്നു. മെയ് 4 മുതലാണ് ഉള്ളിക്ക് 40% കയറ്റുമതി തീരുവ സർക്കാർ നടപ്പിലാക്കിയത്. 20% ഇളവ് പോലും കർഷകർക്ക് പ്രയോജനപ്പെടുന്നില്ലെന്നാണ് വിലയിരുത്തൽ. ഉള്ളിക്കൃഷിയിൽ മുന്നിലുള്ള മഹാരാഷ്ട്രയിലെ കർഷകരെയാണ് ഇതിന്റെ ആഘാതം കൂടുതൽ ബാധിച്ചത്. കയറ്റുമതി തീരുവ എടുത്തുകളഞ്ഞാലും മഹാരാഷ്ട്രയിലും കർണാടകയിലും പുതിയ വിളവെടുപ്പ് നടക്കുന്നതുവരെ കയറ്റുമതി പുനരാരംഭിക്കാനാകില്ലെന്നാണ് കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 226, RSS 5 223, ലാറ്റക്സ് 142, ജാതിക്ക 260, ജാതി പത്രി 1500 മുതൽ 1700 വരെ, ഗ്രാമ്പു 980, അടയ്ക്ക 250, കാപ്പിക്കുരു 225, കൊക്കോ പരിപ്പ് 300, കുരുമുളക് ഗാർബിൾ 66,400, കുരുമുളക് അൺഗാർബിൾ 64,400, ഏലക്ക 2200 മുതൽ 2350 വരെ,
വെളിച്ചെണ്ണ 19,500, കൊപ്ര 13,500, ചുക്ക് 36,000.